ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, പ്രഭാഷകൻ 28-26, നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കാൻ, നാവ് കൊണ്ട് തെറ്റു ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമുക്ക് വേണ്ടി പതിയിരിക്കുന്ന മനുഷ്യരുണ്ട്, ചാടി വീഴാൻ കൊതിക്കുന്നവരുണ്ട്. ഏതെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ ചാടി വിഴുങ്ങാൻ കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്. നമുക്ക് വേണ്ടി അങ്ങനെ പതിയിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ചെന്ന് വീണ് കൊടുക്കാതിരിക്കാൻ നാവ് കൊണ്ട് തെറ്റിക്കാതിരിക്കുക. കർത്താവിൻ്റെ കരുണയിൽ നാവിനെ പൊതിഞ്ഞു പിടിക്കണം, അക്ഷരങ്ങളെ പൊതിഞ്ഞു പിടിക്കണം. അനുഗ്രഹത്തിൻ്റെ അഭിഷേക തൈലം കൊണ്ട് വാക്കുകളെ കഴുകിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമുക്കെല്ലാം തെറ്റുപറ്റിപ്പോകും. വാക്കുകളിൽ തെറ്റുപറ്റാത്തവൻ ഭാഗ്യവാൻ, പരിശുദ്ധൻ. അതേസമയം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വാക്കിൽ വരുന്നുണ്ട്. നാം എന്തെടുക്കണം? കർത്താവെ, ഓരോ വാക്കിനെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കണം. പിടിവിട്ടുപോയ പാഴായിപ്പോയ വാക്കുകൾ ഓർത്ത് പരിതപിക്കണം. മേലിൽ നാവിനെ വിശുദ്ധീകരിക്കാൻ കഷ്ടപ്പെടണം, എളുപ്പമല്ല. എങ്കിലും നിരന്തര ശ്രമം കൊണ്ട് വാക്കുകളെ പവിഴമുത്തുകളാക്കാൻ സാധിക്കും. നമുക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കാൻ നമ്മുടെ വാക്കുകളെ കഴുകിയാൽ മെല്ലെ മെല്ലെ നാവിലൊരു സുഗന്ധം വരും, നാവിലൊരു അഭിഷേക തൈലം വരും, ഒരു സുവർണ്ണ മുത്ത് നാവിൽ നിന്ന് ചിതറാൻ തുടങ്ങും. മെല്ലെ നമ്മുടെ അക്ഷരങ്ങളും വാക്കുകളും അനുഗ്രഹമായി മാറാനും പറ്റും. അങ്ങനെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് ലോകത്തെ നേടാൻ നമുക്ക് കഴിയട്ടെ. പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കാൻ വാക്കുകളെ വളരെ വിവേകപൂർവ്വം എളിമയോടുകൂടി കരുതാം. ആമേൻ ആമേൻ ആമേൻ.